സർ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു വിഷയമാണ് സാർ ഈ സബ്മിഷനായി ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ സഭയിൽ ഒരുപാട് യുവജന സംഘടനയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, വ്യത്യസ്ത യുവജന സംഘടനകൾ. എല്ലാവരും ഒന്നിച്ചു നിന്ന് നിലപാട് സ്വീകരിക്കേണ്ട ഒരു വിഷയമാണ് സാർ. സാർ, ഫുട്ബോൾ കേരളത്തിൻ്റെ ഒരു വികാരമാണ് സാർ. അത് ഒരു കച്ചവട ചരക്കല്ല. മൈതാനങ്ങളിൽ നിന്നും പൊതു സ്ക്രീനുകളിലേക്ക് ലോകകപ്പ് കാലം കേരളത്തെ ഒന്നിപ്പിക്കുന്നു. അത് ജനങ്ങളുടെ ഒരു ഉത്സവമാണ് സാർ. കേരളത്തിലെ ഈ ഫുട്ബോൾ ആവേശം ലോകം ശ്രദ്ധിച്ച കാര്യമാണ് സാർ. നേരത്തെ ഫിഫ വെബ്സൈറ്റിൽ ഉൾപ്പെടെ 2022 ലോകകപ്പ് കേരളം കൊണ്ടാടിയത് വലിയ നിലയിൽ അവതരിപ്പിക്കുകയുണ്ടായി. സാർ, വളരെ പ്രയാസപ്പെട്ടാണ് പലയിടങ്ങളിലും പൊതു സ്ക്രീൻ ലോകകപ്പ് ഫുട്ബോൾ പ്രദർശനത്തിൻ്റെ ഭാഗമായി വെക്കുന്നത്. ഓരോരുത്തരും കയ്യിൽ നിന്നും ചെറിയ ചെറിയ തുകയൊക്കെ എടുത്തിട്ടാണ് സാർ പൊതു സ്ക്രീൻ വെക്കുന്നത്. അത് കാണാൻ നിരവധി ആളുകൾ, പ്രായഭേദമില്ലാതെ എല്ലാവരും വരുന്ന, വ്യത്യാസമില്ലാതെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും സാർ. അതൊരു നാടിൻ്റെ ഒരു കൂട്ടായ്മയും കൂടിയാണ് സാർ. എന്നാൽ സാധാരണക്കാരായ ഫുട്ബോൾ പ്രേമികളെയും പ്രാദേശിക ക്ലബ്ബുകളെയും സംഘടനകളെയും ആശങ്കയിലാഴ്ത്തുന്ന നീക്കമാണ് ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഇന്ത്യയിലെ ഔദ്യോഗിക മീഡിയ അവകാശങ്ങൾ സ്വന്തമാക്കിയ സീ എൻ്റർടൈൻമെൻറ്റ് എൻ്റർപ്രൈസസ് ലിമിറ്റഡിൻ്റെയും കേരളത്തിലും മാഹിയിലും പൊതു സ്ക്രീനിനുള്ള ലൈസൻസിങ് അധികാരമുള്ള ഈഗിൾസ് FC കേരള എന്ന ഏജൻസിയുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് സാർ. ലാഭേച്ഛയോടെ അല്ലാതെ ജനകീയമായി ലോകകപ്പ് മത്സരങ്ങൾ പൊതുസ്ഥലങ്ങളിൽ സ്ക്രീൻ ചെയ്യുന്നതിന് ലൈസൻസ് ഫീസ് ഈടാക്കുമെന്ന് കാണിച്ച് വിവിധ നാട്ടിൻപുറങ്ങളിലെ ക്ലബ്ബുകൾക്കും കൂട്ടായ്മകൾക്കും ഇതിനകം അറിയിപ്പുകൾ ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ് സാർ. ഇത് സാധാരണക്കാരനെ പിഴിയുന്ന കോർപ്പറേറ്റ് യുക്തിയാണ് സാർ. നിരവധി MLA-മാർക്കും ഈ വിഷയം അറിയുമെന്ന് ഞാൻ കരുതുകയാണ്. നിയമ നടപടികൾ ഉണ്ടാവുമെന്ന ഭയത്താൽ പൊതു സ്ക്രീനുകൾ ആരംഭിച്ച ആയിരക്കണക്കിനിടങ്ങളിൽ സംഘാടകർ കടുത്ത ആശങ്കയിലാണ്. നിരവധി നിവേദനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട്, പലർക്കും കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുകയാണ് സാർ. ഈ സാഹചര്യത്തിൽ പൂർണ്ണമായ ഫീസ് ഒഴിവാക്കാൻ ലൈസൻസിങ് ഏജൻസികളുമായും കേന്ദ്ര സർക്കാരുമായും അടിയന്തര ചർച്ച നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകേണ്ടതുണ്ടെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്, സ്പോർട്സ് വകുപ്പ് മന്ത്രിയോടൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിച്ചു, പ്രതിപക്ഷ നേതാവിനോട് സംസാരിച്ചു. എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് സാർ ഈ വിഷയത്തെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് ഈ വിഷയത്തിൽ കൂട്ടായ ഒരു നീക്കം നടത്തി ഇതിന് പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിക്കുക.